ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് അധ്യാപകരുടെ നേതൃത്വത്തിൽ മാർച്ച് 5 മുതൽ കലാമണ്ഡലത്തിനു മുൻപിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പെൻഷൻ മേടിച്ചാൽ ആദ്യം പോകുന്നത് SBIയിലാണ്. എന്താ, വീട് വയ്ക്കാനുള്ള ലോണിന് ആദ്യം അടച്ചിട്ട് വേണം, അല്ലെങ്കിൽ റിക്കവറി നോട്ടീസ് വരും. അത് കഴിഞ്ഞ് അടുത്ത കേരള ബാങ്കിൽ കയറി മകളുടെ കല്യാണം നടത്തിയണ്ടേ. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ മരുന്ന് മേടിക്കാനുള്ള കാശ് ഇപ്പോൾ ഞങ്ങൾക്ക് പെൻഷനായി കിട്ടുന്നില്ല. ഇതാണ് ഞങ്ങളുടെ ദുരവസ്ഥ. പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനിടയ്ക്ക് ഡിസംബറിൽ അവകാശ ദിനം ആചരിച്ചു, കലാമണ്ഡലം പഠിക്കൽ. അത് കഴിഞ്ഞ് ജനുവരി 21-ാം തീയതി കലാമണ്ഡലം പഠിക്കൽ സൂചന സമരം നടത്തി. ഇനി നമ്മൾ അതിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ അനിശ്ചിതകാല സമരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി തന്നെയല്ല, ഒരു വർഷം മുമ്പ്, ഇപ്പോൾ ശിവരാത്രി കഴിഞ്ഞ ശിവരാത്രിക്ക് മുമ്പ് ഞങ്ങൾ ഓൾ കേരള യൂണിവേഴ്സിറ്റി, മറ്റ് സർക്കാർ സർവീസിലുള്ള ആൾക്കാർക്ക് പെൻഷൻ സംഘടനകളുണ്ട്, അതുപോലെ യൂണിവേഴ്സിറ്റിക്കാർക്ക് പെൻഷൻ സംഘടന ഉണ്ടായിരുന്നില്ല. യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ പെൻഷൻ സംഘടന ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള 13 യൂണിവേഴ്സിറ്റികളിലെ റിട്ടയർ ചെയ്ത അധ്യാപകരുടെയും ഒരു പെൻഷൻ സംഘടനയുണ്ട്. അതിൽ സർവ്വവിജ്ഞാനകോശം ഡയറക്ടറായിരുന്ന ഡോക്ടർ AR രാജ സാറാണ് അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് യോഗം വിളിച്ചു ചേർക്കുകയും ഈ യോഗത്തിൻ്റെ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി ചർച്ച നടത്തുകയും ചെയ്തു. അപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത്, നിങ്ങൾക്ക് ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഇത് സെക്രട്ടറി തല ചർച്ച വച്ച് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാം. ഒരു വർഷം കഴിഞ്ഞിട്ടും സെക്രട്ടറി തല ചർച്ച ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മാർച്ച് 5-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം കലാമണ്ഡലം പഠിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ സമരത്തിന് ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും പിന്തുണ ഞങ്ങൾക്ക് വേണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ 6ാം കമ്മീഷനെ സംബന്ധിച്ചുള്ള അനോമലിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. 7ാം ശമ്പള പരിഷ്കരണം വന്നു. 7ാം ശമ്പള പരിഷ്കരണം വന്നപ്പോഴത്തേക്ക് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും 2019 ജൂലൈ മുതൽ 7ാം ശമ്പള പരിഷ്കരണം കൊടുത്തു. കേരള എല്ലാ യൂണിവേഴ്സിറ്റിയിലും എല്ലാ കോളേജുകളിലും. എന്നാൽ കലാമണ്ഡലത്തിലാവട്ടെ 2021 നവംബർ മുതലാണ്. 27 മാസം അപ്പോഴും കലാമണ്ഡലത്തിലെ അധ്യാപകരെ തഴയുകയാണ് ഈ സർക്കാർ ചെയ്തത്. അപ്പോൾ ഇത്തരം കലാമണ്ഡലത്തിലെ അധ്യാപകരോട് കാണിക്കുന്ന ചിറ്റമയ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ശക്തമായ സമരം ആരംഭിക്കാൻ പോകുന്നത്. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന്റെ മുൻപിൽ മാർച്ച് 5 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കേരള കലാമണ്ഡലത്തെ 2017 ജൂൺ മുതൽ കൽപ്പിത സർവകലാശാലയാക്കി ഉയർത്തുകയും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ കേരള സർക്കാർ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലുമാണ് കലാമണ്ഡലത്തിൽ 15 വർഷം സർവീസ് പൂർത്തിയാക്കിയ 33 അധ്യാപകരെ UGC പദ്ധതി കീഴിൽ ഉൾപ്പെടുത്തി UGC 5ാം ശമ്പള പരിഷ്കരണം 2012 മാർച്ച് മുതൽ അശാസ്ത്രീയമായി നടപ്പിലാക്കിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ സെക്രട്ടറി പ്രൊഫസർ കലാമണ്ഡലം S. ഗോപകുമാർ, കലാമണ്ഡലം VK ഹൈമാവതി, കലാമണ്ഡലം ഗിരിജ, കലാമണ്ഡലം ഈശ്വരനുണ്ണി, കലാമണ്ഡലം കൃഷ്ണകുമാർ, കലാമണ്ഡലം സുജാത, കലാമണ്ഡലം ശോഭ ഗീതാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.